ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KGL ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ വരാമ്പുഴ മീൻ മാർക്കറ്റിലോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അഭിചേട്ടനും റിച്ചൂട്ടനും ഉണ്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 6:30 കിടത്തായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ പറഞ്ഞു. ഓക്കെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ വരാപ്പുഴ ഫിഷ് മാർക്കറ്റ്. ഇപ്പോൾ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഏതായാലും നമ്മൾ വണ്ടി അകത്തേക്ക് കയറ്റുന്നില്ല. വണ്ടി നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 കിടത്തായിട്ടുണ്ടാകും. മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഇരു സൈഡിലായിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് കടകളൊക്കെ തന്നെയുണ്ട്. ഉണക്കമീൻ്റെ ആണെങ്കിലും പച്ചക്കറികളുടെ ആണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് മീൻ ലഭിക്കുന്ന ഒരു വലിയ മാർക്കറ്റ് തന്നെയാണ് എറണാകുളം വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ചെട്ടിഭാഗം മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കുഞ്ഞ് ചെമ്മീനാട്ടോ. എടുക്കണം പെട്ടെന്ന്. റിച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് റിച്ച് ചെമ്മീൻ കിടന്ന് പെടക്കണൊക്കെ റിച്ച് ചാടി കളിക്കണ റിച്ച് ഇതേ അതെ ചാടി $240 ചേട്ടാ ചേടാ 600 രൂപയല്ലേ? തീരെ പൊടിക്കൊഴി കേട്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരാപ്പുഴ ഒരു ഫിഷ് മാർക്കറ്റ് വരുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ എന്തായാലും നല്ല ഫ്രഷ് സാധനം വന്ന് മേടിക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് മീനുകളൊക്കെ തന്നെയുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം സിലോപ്പിയാണ്. ഇതിന് റേറ്റ് വരുന്നത് 150 രൂപയാണ് പറഞ്ഞത്. അതുപോലെ ക്ലീൻ ചെയ്യാത്തതിന് 160 രൂപയാണ് കേട്ടോ റേറ്റ് പറഞ്ഞത്. ഒരുപാട് കടൽ മത്സ്യങ്ങളും അതുപോലെ കായൽ മത്സ്യങ്ങളും ഉണ്ട്. ഈ ഒരു മാർക്കറ്റിൻ്റെ ടൈം വരുന്നത് രാവിലെ 5 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. വലിയ കൂന്തലാട്ടോ. എന്താ ചേട്ടാ വെച്ച് പിടക്കണോക്കണ 440 പിടക്കണോക്കെ അല്ല പിടക്കണ ഫ്രഷ് സാധനം. മേടിക്കാം, അത് കുറെ നോക്കട്ടെ. ഇഷ്ടപ്പെട്ട സാധനം അതാണോ എടുക്കണം.
വലുതും ചെറുതായിട്ട് ഒരുപാട് മീനുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷനാവും ഏത് മീൻ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് മേടിച്ചത് കേരയായിരുന്നു. കേരയ്ക്ക് കിലോ റേറ്റ് വന്നത് 200 രൂപയായിരുന്നു. തൂക്കം നോക്കിയപ്പോൾ ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ മീൻ അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെത്ര രൂപ ചേട്ടാ റേറ്റ് അങ്ങനെ വരും? അതെന്ത് മീൻ? എന്ത് മീനത്? അതിൻ്റെ പേരെന്താ മീൻ്റെ? കണ്ടറിച്ച് മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് തരാനും അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇതിവിടെ ഒരു ചേട്ടൻ കരിമീനായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. എത്ര കിലോ മീനാണ് നമ്മൾ കൊടുത്തത് ആ ഒരു കിലോൻ്റെ റേറ്റ് അനുസരിച്ചായിരിക്കും അവരുടെ ഫീസ് അവർ ഈടാക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് അവർ ഈ മാർക്കറ്റ് കൊണ്ടുപോകുന്നത്. എന്തായാലും 1 കിലോ ചെമ്മീൻ കൂടെ മേടിക്കാമെന്ന് കരുതി ചാടി തുള്ളി കളിച്ചെടുക്കുന്ന ചെമ്മീൻകുട്ടന്മാർ 1 കിലോ കൂടെ പൊക്കി കേട്ടോ. കിലോയ്ക്ക് 240 രൂപയാണ് റേറ്റ് വന്നത്. ഐസിട്ടപ്പോഴേക്ക് അവന്മാരൊരു ചാട്ടം കണ്ടത്. തൊട്ടടുത്തായിട്ട് കൊട്ടയിൽ നല്ല പിടയ്ക്കണം സിലോപ്പിയും കിടക്കുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ. അതുപോലെ തന്നെ സിലോപ്പി, കിളിമീൻ, ചാള, അതിൽ അങ്ങനെ ഒരുപാട് മീനുകളൊക്കെ തന്നെയുണ്ട് ഇവിടെ. അങ്ങനെ 1 കിലോ ഞണ്ടും മേടിച്ചു. ഞണ്ടിന് കിലോയ്ക്ക് 200 രൂപയാണ് റേറ്റ് വന്നത്. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ഫിഷ് മാത്രമല്ല ഉള്ളത്, ചിക്കനും പോത്തും മട്ടനും താറാവും കാട അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. മീനൊക്കെ മേടിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കണ്ടൊരു കാഴ്ച കണ്ടത് ഇത് ഐസ് വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും അവിടം വരെ ഒന്ന് പോയി നിൽക്കലെന്ന് കരുതി റിച്ചൂഡിനെയും കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ഞങ്ങൾ അവിടം വരെ വന്നതാണ്. അപ്പോൾ അതിവിടെ ഐസ് മെഷീനിലിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണക്കമീൻ്റെ ഒരു കുറവും കൂടെ വേണ്ടല്ലോ എന്ന് കരുതി അത് മേടിക്കാൻ കറിയേക്കണതാണ് കേട്ടോ. അഭിച്ചേട്ടന് സ്രാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്രാവും മേടിച്ചു. അതുപോലെ തന്നെ ഉണക്കമുള്ളനും മേടിച്ചു. ഇതേ ഇവിടെ ലൂസായിട്ടുള്ള ചെമ്മീനുണ്ട്, പാക്കറ്റിലുള്ള ചെമ്മീനുണ്ട്. അതുപോലെ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കണതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചു അച്ചാറിടാനായിട്ട്. പിന്നെ വേറെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. ഇത് റിച്ചോഡിനെ കൊണ്ട് ചെയ്യാൻ പറ്റണത് റിച്ചോഡിനും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.